നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കേരളത്തെ ഒട്ടാകെ പിടിച്ചുലച്ച സംഭവമാണ് വയനാട്ടിലെ വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട സംഭവം. മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച സംഭവത്തിൽ SFI നേതാക്കളുടെ ഇടപെടലുകൾ നടന്നുവെന്നും അതിനെ തുടർന്ന് കൊലപാതകം മൂടിവെക്കാൻ അധികാരികളും സർവകലാശാലയും ശ്രമിച്ചുവെന്നും ആരോപണമുയർന്നിരുന്നു. ഇതിനെ തുടർന്ന് സംഭവത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ ഗവർണർ ശക്തമായ നടപടി സ്വീകരിക്കുകയും അന്വേഷണ കമ്മീഷനെ വെക്കുകയും ചെയ്തു. സിദ്ധാർത്ഥൻ കൊലപാതകത്തിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥിന്റെ ദാരുണമായ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് VC ആയിരുന്ന ഡോക്ടർ MR ശശീന്ദ്രനാഥ്, ഹോസ്റ്റൽ വാർഡൻ കൂടിയായ ഡീൻ ഡോക്ടർ നാരായണൻ എന്നിവർക്ക് ഒഴിയാനാവില്ലെന്ന് ഗവർണർ നിയോഗിച്ച റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് A ഹരിപ്രസാദ് കമ്മീഷന്റെ റിപ്പോർട്ട്. രണ്ടുപേർക്കും ചുമതലകൾ നിർവഹിക്കുന്നതിൽ വലിയ രീതിയിൽ പരാജയപ്പെട്ടു എന്നാണ് വ്യക്തമാക്കുന്നത്. വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥനെ SFI നേതാക്കൾ അടക്കമുള്ള സംഘം അതിക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കോളേജിൽ ആകെ ഉണ്ടായിരുന്ന സംഘടന SFI ആയതുകൊണ്ട് ഡീൻ അടക്കമുള്ളവർ കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് എന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു. ഇത് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫെബ്രുവരി 16, 17 തീയതികളിൽ സിദ്ധാർത്ഥ് ആക്രമിക്കപ്പെട്ടത് വിദ്യാർത്ഥികൾ അസിസ്റ്റന്റ് വാർഡനെ അറിയിച്ചിരുന്നു. എന്നാൽ അന്വേഷിക്കാനോ സിദ്ധാർത്ഥിനെ ആശുപത്രിയിലെത്തിക്കാനോ നടപടിയെടുത്തില്ല. വാഴ്സിറ്റിയിൽ അരാജകത്വവും മാനേജ്മെന്റ് പിഴവുമുണ്ടെന്നും അടിയന്തരമായി തിരുത്തലുകൾ വേണമെന്നും റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിച്ചു. വൈസ് ചാൻസലർ ചുമതലകളിൽ ഗുരുതര വീഴ്ച വരുത്തി. സംഭവ ദിവസം ക്യാമ്പസിൽ ഉണ്ടായിരുന്നിട്ടും പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സമയബന്ധിതമായി നടപടികൾ എടുത്തില്ല. സിദ്ധാർത്ഥിന്റെ മരണത്തിന് മുൻപ് 2 റാഗിംഗ് സംഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും VC അറിഞ്ഞില്ല. കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടില്ല. കോളേജിലെ ചില അധ്യാപകർക്ക് അറിയാമായിരുന്നു. വാർഡൻ എന്ന നിലയിലെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ ഡീൻ പരാജയപ്പെട്ടു. അസിസ്റ്റന്റ് വാർഡന്മാരെ ചുമതലയേൽപ്പിച്ച് ഹോസ്റ്റലുകളിലെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിന്നു. വല്ലപ്പോഴും മെൻസ് ഹോസ്റ്റലിലെത്തിയിരുന്നത് ഹോസ്റ്റലിലെ അച്ചടക്കം ഉറപ്പാക്കാൻ ശ്രമിച്ചില്ല. സിദ്ധാർത്ഥിന്റെ മരണശേഷം ഹോസ്റ്റലിലെത്തിയ വാർഡൻ വിവേകപൂർവ്വം പ്രവർത്തിച്ചില്ല. വാർഡന് സിദ്ധാർത്ഥ് മരിച്ചതായി ഹോസ്റ്റലിലെത്തിയപ്പോഴേ മനസ്സിലായി. വാർഡൻ എത്തും മുൻപേ വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. യഥാസമയം പോലീസിനെ അറിയിക്കാനുമായില്ല. ഹോസ്റ്റലിൽ അച്ചടക്കം ഉറപ്പാക്കുന്നതിൽ അസിസ്റ്റന്റ് വാർഡനും പരാജയപ്പെട്ടു. അദ്ദേഹം ഹോസ്റ്റലിൽ സ്ഥിരമായി എത്തിയിരുന്നില്ല. സീനിയർ വിദ്യാർത്ഥികളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു ഹോസ്റ്റൽ. ഹോസ്റ്റലിൽ നിന്ന് CCTV ക്യാമറ വേണമെന്നും സെക്യൂരിറ്റി ഗാർഡിനെ നിയോഗിക്കണമെന്നും അസിസ്റ്റന്റ് വാർഡൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടും VC അടക്കം ഒരു നടപടിയും എടുത്തില്ല. സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷം ഡീൻ VCക്ക് തുടർച്ചയായ റിപ്പോർട്ടുകൾ നൽകി. അതിനു മുൻപ് ഇത്തരം ആശയവിനിമയം നടന്നതായി രേഖകളില്ല. ഇത് സൂചിപ്പിക്കുന്നതും വലിയ ഗൂഢാലോചന നടന്നുവെന്നും കൊലപാതകം മൂടിവെക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുവെന്നുമാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.